സുഹൃത്തുക്കളെ, വിദ്യാഭ്യാസത്തിൻ്റെ അപകോളനീകരണം, ഡീകോളനൈസേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനാദ്യമായിട്ട് എന്തൊക്കെ സ്വഭാവ ഗുണങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ വികസിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും ഉദ്ദേശിക്കുന്നത് എന്നത് ആദ്യം തിരഞ്ഞെടുക്കുക. നമ്മളെ കുഞ്ഞുങ്ങൾ എങ്ങനെ അവരുടെ ഭാവി ജീവിതത്തിൽ പ്രതികരിക്കണം, ഓരോ കാര്യങ്ങളോടും എങ്ങനെ പ്രതികരിക്കണം എന്നത് നമ്മൾ പരിശീലിപ്പിക്കണം. അതിനു വേണ്ട രീതിയിലുള്ള സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെ നമുക്ക് വേണം എന്ന് നമ്മൾ ആദ്യമായി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചെയ്യാൻ കഴിയും. അത് തന്നെ വളരെ വിപുലമായ രീതിയിൽ എല്ലാ രാജ്യത്തിനും എല്ലാ സമൂഹത്തിനും ഏകഭാവമല്ല വേണ്ടത് കേട്ടോ. ആ സമൂഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളുള്ള, ആ സമൂഹത്തിൻ്റെ ചൂരും മണമുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെയാണ് അവർ തിരഞ്ഞെടുക്കേണ്ടത്. എല്ലാവർക്കും ഒന്നാക്കേണ്ടതില്ല. അങ്ങനെ വ്യത്യസ്തമായതുകൾ ഒന്നിച്ച് വരുമ്പോഴാണ് അതിൻ്റെ സിനർജി, അതിൻ്റെ സങ്കലനം കൊണ്ട് ഒരു ഉയർന്ന മഹത്തായ കാര്യമായി മാറുള്ളൂ എന്നുള്ളത് ഓർക്കണം. എല്ലാം കൂടി ഒന്നാക്കേണ്ടതില്ല. എത്ര കണ്ട് വ്യത്യസ്തമാണോ അത്ര കണ്ട് നല്ലതാണെന്നുള്ളത് ഓർക്കണം. എല്ലാം കൂടി ഒന്നാക്കണ്ട. ആ സമൂഹത്തിൻ്റെ അവിടുത്തെ അവസ്ഥയനുസരിച്ചിട്ടാക്കിയാൽ മതി. അതൊന്നും എന്ന് വെച്ചിട്ട് അതൊക്കെ സാമൂഹ്യ വിരുദ്ധരുണ്ടാക്കാനല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണം. മറ്റുള്ളവരെ നശിപ്പിക്കാനും മറ്റുള്ള കവർച്ച ചെയ്യാനും എന്നുള്ളത് മുളയിലേ നുള്ളിക്കളയണം. നമ്മുടെ ജനാധിപത്യ ഇന്ത്യയിലെ ഭരണഘടന സമത്വം, സാഹോദര്യം, സോഷ്യലിസം, ജനാധിപത്യം എന്നുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതിലധിഷ്ഠിതമായതേ പാടുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാത്തതിനെ നിഷ്ഠൂരം ഇല്ലാതാക്കേണ്ട വേണം. അങ്ങനെ അതിന് ശേഷം യഥാർത്ഥത്തിൽ ഒരു സമഗ്രമായ ഒരു സംവാദം തന്നെ, ഒരു ഗ്രേറ്റ് ഡിബേറ്റ് നടത്തണം. അത് പാർലമെൻറ്റിൽ നടക്കണം, 2 പാർലമെൻറ്റിൽ നടക്കണം, സംസ്ഥാനങ്ങളിലെ അസംബ്ലികളിൽ നടക്കണം. അവിടെ 2 തരം അസംബ്ലി ഉണ്ടെങ്കിൽ അതിലും നടക്കണം. രാജ്യസഭ, ലോകസഭ എന്ന് പറഞ്ഞ പോലുള്ള അതിൽ നടക്കണം. മാത്രമല്ല എല്ലാ പഞ്ചായത്തുകളിലും, എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സഭകളിലും ഇത് നടക്കണം. അതെല്ലാം ഒന്നാക്കണം എന്നല്ല പറയണത്. ആ സമൂഹത്തിൽ എപ്പോഴും ഉദാഹരണമായിട്ട് താലൂക്കിലാണെങ്കിൽ താലൂക്കിൽ, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ ആ ജില്ലകളിലുള്ള കാര്യങ്ങൾ സമന്വയിപ്പിക്കണം, ഏകീകരിക്കണം. അതിനനുസരിച്ചുള്ള വ്യത്യസ്തതകൾ ഉണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊണ്ട് തന്നെ എത്ര കണ്ട് അത് സ്റ്റാൻഡേർഡൈസ് ചെയ്യാം എന്നുള്ളത് നോക്കണം എന്നുള്ളതല്ല. ആരുടെ പേരും അടിച്ചേൽപ്പിക്കരുത്. അടിച്ചേൽപ്പിക്കാത്ത രീതിയിൽ പഞ്ചായത്ത് തലം മുതൽ ഉള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് അവരെ ശാക്തീകരിക്കുക. അല്ലാതെ നമ്മൾ ചെയ്തിട്ട് അവരുണ്ടാക്കുക എന്നുള്ളതല്ല. ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, നോട്ട് ബുക്ക് ആയിക്കോട്ടെ, എന്തും അവർ ചെയ്യട്ടെ. അവരുടെ സൗകര്യത്തിനും അവരുടെ താല്പര്യത്തിനും അവരുടെ കഴിവിനും അനുസരിച്ച് അവർ ചെയ്താൽ മതി. ഈ കേന്ദ്ര ഗവൺമെൻറ് എല്ലാം പിടിച്ചെടുത്തിട്ട് കുറേശ്ശെ കൊടുക്കുന്ന അത് ഒഴിവാക്കുക. അതൊക്കെ പ്രാദേശികമായിട്ട് വിഭവങ്ങൾ വേണ്ടത് കൊടുത്തോളൂ. ശരിയാണ്, നമുക്ക് പൊതുവായ വലിയ കാര്യങ്ങളും പൊതുവായ വല്ലതുണ്ടെങ്കിൽ അത് ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻ എന്നുള്ള എനിക്ക് കൊടുക്കുക എന്നുള്ളതല്ലാതെ
മറ്റതിൽ നോക്കരുത്. അതായത് പഞ്ചായത്ത് തലത്തിൽ, താലൂക്ക് തലത്തിൽ, ജില്ലാ തലത്തിൽ, സംസ്ഥാന തലത്തിൽ, ദേശീയ തലത്തിൽ സമഗ്രമായ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ നമ്മുടെ ഇനി വരുന്ന തലമുറകളിൽ സന്നിവേശിപ്പിക്കേണ്ട സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനിക്കണം. അത് അവിടെ മാത്രമല്ല, നമ്മൾ ഇതൊക്കെ ഔദ്യോഗികമാണ്. അനൗദ്യോഗികമായിട്ട് ക്ലബ്ബുകളിൽ, നാൽക്കവലകളിൽ, വായനശാലകളിൽ, സ്കൂളുകളിൽ, ചർച്ചുകളിൽ, പള്ളികളിൽ, അമ്പലങ്ങളിൽ എല്ലാം ഈ ഒത്തുകൂടുന്ന ആൾക്കാർ, ഒത്തുകൂടുന്നവരൊക്കെ തന്നെ എന്തിനാണ് വിദ്യാഭ്യാസം, എന്തൊക്കെ ഗുണങ്ങളാണ് കുട്ടികൾക്ക് നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് പരിപോഷിപ്പിക്കേണ്ടത് എന്നതിനുള്ള ഒരു സമഗ്രമായ, അതിവിപുലമായ, ലോകത്ത് ഇന്നേ വരെ കാണാത്ത, ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത, അപ്പോൾ ചൈനക്കാർ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത അഭിവൃദ്ധി ഉണ്ടാക്കി. അതേപോലെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത, ഇന്നേ വരെ ആരും അനുഭവിക്കാത്ത അത്ര സമഗ്രവും അത്രയും വ്യാപകവുമായ വിദ്യാഭ്യാസം എന്തിനാണ് എന്നത് തീരുമാനിച്ച് അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. അതായിരിക്കണം ഓരോ പഞ്ചായത്ത് തലം മുതൽ താലൂക്ക് തലം മുതൽ, ജില്ലാ തലം മുതൽ, സംസ്ഥാന തലം മുതൽ, ദേശീയ തലം വരെ ഉള്ള ലക്ഷ്യമായിട്ട് കണക്കാക്കേണ്ടത്. അതവിടെ എഴുതി വെക്കണം. എല്ലാവരും കാണുന്ന രീതിയിൽ പരസ്യപ്പെടുത്തണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം ഇങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഗുണങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള വോളണ്ടിയർമാരെ ക്ഷണിക്കണം. ആ വോളണ്ടിയർമാർക്ക് ആ കഴിവ് ഉണ്ടോ, അവർക്ക് ആ ഗുണങ്ങളുണ്ടോ, അവർക്കതിന് കഴിയുമോ എന്ന് പരിശോധിക്കേണ്ടത് അതിൻ്റെ മേൽഘടകങ്ങളാണ്. അതിന് ഓരോ തലത്തിലും ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. ആ കമ്മിറ്റി തീരുമാനിക്കണം ഇവർക്ക് ഇതിന് കഴിയുമെന്ന്. ആദ്യം സംസ്ഥാന തലത്തിൽ, പിന്നീട് ജില്ലാ തലത്തിൽ ഈ വോളണ്ടിയറായിട്ടുള്ള അധ്യാപകർക്ക് പൂർണ്ണമായ അവകാശങ്ങൾ വിട്ടുകൊടുക്കണം. ആകെ കൊടുക്കേണ്ടത് ഇത് മാത്രം. പിന്നെ ആ അധ്യാപകന് വേണ്ടത് എന്താണോ എന്നുള്ള അയാൾ പ്രൊജക്റ്റ് വെക്കട്ടെ. എന്തായാലും ഇവിടെയുള്ള സ്കൂളുകൾ, അമ്പലങ്ങൾ, പള്ളികൾ, ഇങ്ങനെ അവർക്ക് താല്പര്യപ്പെടുന്ന വയലുകൾ, കെട്ടിടങ്ങൾ, ഫാക്ടറികൾ, കൈവേലയുടെ ഫാക്ടറികൾ, അല്ലെങ്കിൽ പിന്നെ പോട്ടറിയുടെ ഫാക്ടറി സ്ഥലങ്ങൾ, കുമ്പാരന്മാരുടെ, ഇതൊക്കെ അവർക്ക് ഉപയോഗിക്കാവുന്ന, അതായത് അവരുടെ വിദ്യാലയമാക്കാവുന്ന രീതിയിലുള്ള അധികാരങ്ങൾ ഈ വോളണ്ടിയർ അധ്യാപകർക്ക് കൊടുക്കണം. മാത്രമല്ല, ഈ അധ്യാപകർ പഠിപ്പിക്കുന്നത് എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാൻ, ഇടപെടാനല്ല, അവരെ സഹായിക്കാൻ, അത് അനാവശ്യമായ രീതിയിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ അതിൻ്റെ ഒരു മേൽഘടകം ഉണ്ടാക്കണം. മാത്രമല്ല, ഈ അധ്യാപകർക്ക് യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്നത് ആ കുഞ്ഞുങ്ങളാവണം. ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് വളർന്നാൽ മാതാപിതാക്കൾക്ക് എത്ര കണ്ട് സമ്പത്തും എത്ര കണ്ട് ധനവും ഉണ്ടാവുന്നോ, അതേപോലെ ഈ അധ്യാപകനും അവരുടെ ഭാവി ജീവിതത്തിലുള്ള വിജയത്തിൻ്റെ ഭാഗമായി, അവർ നല്ലവരാണെങ്കിൽ അവരുടെ വരുമാനത്തിൻ്റെ ഒരു ചെറിയ ശതമാനം
ഈ അധ്യാപകർക്കും കിട്ടുന്ന രീതിയിൽ നിയമനിർമ്മാണം നടത്തണം. അപ്പോൾ ഈ വോളണ്ടിയറായ അവർക്ക് എന്തെങ്കിലും കൊടുത്താലും തിരക്കില്ല, കൊടുത്തില്ലെങ്കിലും തിരക്കില്ല. അവർക്ക് ഒരു സസ്റ്റെയിൻ ചെയ്യാൻ വളരെ ചെറിയ ഇന്നത്തെ അധ്യാപകൻ്റെ ശമ്പളത്തിൻ്റെ പകുതി കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഈ സ്കൂളുകൾക്ക് ഔദ്യോഗികമായ അംഗീകാരം കൊടുക്കേണ്ടത് ഈ കുഞ്ഞുങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ ശേഷി കാണിച്ചാൽ മാത്രമേ കൊടുക്കേണ്ടൂ. കുഞ്ഞുങ്ങൾക്കായിരിക്കണം ഔദ്യോഗികമായി അംഗീകാരം കൊടുക്കേണ്ടത്, അല്ലാതെ സ്കൂളിനോ അല്ലെങ്കിൽ ഈ ഗുരുവിനോ അല്ല. ഈ ഗുരുവിന് ഉള്ള വരുമാനം എന്നത് എൻ്റെ അഭിപ്രായത്തിൽ വിജയിയായ ഒരു ഗുരുവാണെങ്കിൽ അയാൾക്ക് ഇന്ത്യൻ പ്രസിഡൻറ്റിന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ വരുമാനം ഉണ്ടാവും. കാരണം അയാളുടെ ഓരോ കുഞ്ഞും എത്ര കണ്ട് വിജയിക്കുന്നു, എത്ര കണ്ട് കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കുന്നു, ആ മേലെ പോകുന്നു, അവൻ ഉയർന്നു പോകുന്നു എന്ന് തന്നെ അയാളുടെ സമ്പാദ്യം. കൊടുക്കണം എന്ന് നമ്മളിവിടെ അത് ഒരു ബാധ്യതയായിട്ട് നമ്മൾ നിയമനിർമ്മാണം നടത്തുക മാത്രമേ ചെയ്യേണ്ടുള്ളൂ. അത് വേണമെങ്കിൽ അയാൾ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. പക്ഷേ സ്വീകരിക്കാതിരിക്കുകയാണെങ്കിൽ തന്നെ ആ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാർത്ഥി എത്ര കണ്ട് ഉയരുന്നോ അത് തന്നെ അയാളുടെ വലിയ പ്രതിഫലം. അങ്ങനെ നിസ്വാർത്ഥരായ അധ്യാപകരും നിസ്വാർത്ഥരായ ഗുരുവര്യന്മാരും അവരെ പ്രാണനെപ്പോലെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളും ഇവിടെ പഴയ പോലെ തന്നെ ഉണ്ടാവും. ഈ വിരൽ മുറിച്ച് കൊടുക്കണമെങ്കിൽ വിരൽ മുറിച്ച് കൊടുക്കാനും, ഹൃദയം കൊടുക്കണമെങ്കിൽ ഹൃദയം കൊടുക്കാനും പോലും സന്നദ്ധരായ ശിശുക്കൾ ഇവിടെ ഉണ്ടാവും. അതിന് എന്താ വേണ്ടത്? അതിന് നമ്മുടെ സമൂഹം അതിനനുവദിക്കണം, അതിന് പറ്റിയ സാഹചര്യമൊരുക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ പഴയ വെള്ളക്കാരൻ അവൻ്റെ അടിമകളെ, അവൻ്റെ പ്രജകളെ അനുസരണശീലം പഠിപ്പിക്കാനും അവൻ്റെ താളത്തിനൊത്ത് തുള്ളാനും അവനാണ് വലിയവനാണെന്ന് ചിന്തിക്കാനുള്ള ആ ആൾക്കാരെ ഉണ്ടാക്കലല്ല വിദ്യാഭ്യാസം എന്നത് ഓർക്കുക. ആ രീതിയിൽ ഇത് ഏറ്റവും ഗൗരവമുള്ള ഒരു ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും ഗൗരവമുള്ള കാര്യമാണെന്ന്. അതുവഴി ലോകത്തിൻ്റെ നെറുകയിൽ ഒരു റോക്കറ്റ് വേഗതയിൽ തന്നെ എത്താൻ ഇന്ത്യക്ക് ആവുമെന്നും അതിനുള്ള എല്ലാ അടിസ്ഥാന വിഭവങ്ങളും, സംസ്കാരം, വൈവിധ്യങ്ങൾ, ഭാഷകൾ, ജീവിത രീതികൾ, ശാസ്ത്ര സാങ്കേതിക രീതികൾ, ഇതൊക്കെ ഉള്ള ഒരു അതിസമ്പന്നമായ ഒരു രാജ്യമാണ് ഇന്ത്യ എന്നും ഭരണാധികാരികൾ പൊട്ടന്മാരായി ഇതുവരെ പൊട്ടത്തരം മാത്രം കാണിച്ച ഭരണാധികാരികൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് വിനീതമായിട്ട് ഇവിടെ പറയാനുള്ളത്. എന്തായാലും ഞാൻ കുറച്ച് ആവേശത്തോടു കൂടി സംസാരിച്ചു, ക്ഷമ ചോദിക്കുന്നു. പക്ഷേ ഇത് ഇന്ത്യ രാജ്യത്തെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് നയിക്കാനുള്ള ആദ്യ പടിയാണെന്നും, അല്ലാതെ സൈന്യമോ റോക്കറ്റോ പ്രതിരോധ സംവിധാനങ്ങളോ ഒന്നുമല്ല വേണ്ടത് എന്നും മണ്ടന്മാരായ ഭരണാധികാരികൾ മനസ്സിലാക്കുന്ന കാലത്തെ ഇന്ത്യ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറയാൻ അനുവദിക്കണമെന്ന്
അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.